ആസാമിലേക്ക് പോയി പഠനം തുടരണമെന്ന് കഴക്കൂട്ടത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ 13-കാരി മുത്തശ്ശനും മുത്തശ്ശിക്കും കൂടെ നിന്ന് പഠനം തുടരണമെന്നും പെൺകുട്ടി അറിയിച്ചു. അതേസമയം കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്ന് ശാരീരിക അതിക്രമം നേരിട്ടോ എന്നത് അന്വേഷിക്കുമെന്ന് തിരുവനന്തപുരം DCP ഭരത് റെഡ്ഡി പറഞ്ഞു. പെൺകുട്ടിയെ നാളെ നാട്ടിലെത്തിക്കാൻ സാധ്യത. 37 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് 13-കാരിയായ പെൺകുട്ടിയെ വിശാഖപട്ടണത്ത് നിന്നും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ഇതിന് പിന്നാലെയാണ് ആസാമിലേക്ക് പോയി പഠനം തുടരണമെന്ന ആവശ്യം മലയാളി സമാജത്തോട് പെൺകുട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ ഉപദ്രവം തുടർന്നതിനാലാണ് വീട് വിട്ടിറങ്ങിയതെന്നും കുട്ടി വ്യക്തമാക്കി. സംരക്ഷണ കേന്ദ്രത്തിൽ കുട്ടി സന്തോഷവതിയെന്ന് മലയാളി സമാജം പ്രവർത്തകരും പറഞ്ഞു. തുടർ പഠനം ഏറ്റെടുക്കുമെന്ന് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും അറിയിച്ചിട്ടുണ്ട്. അതേസമയം കഴക്കൂട്ടത്ത് നിന്ന് കുട്ടിയെ കാണാതായ സംഭവത്തിൽ 3 ടേണിംഗ് പോയിന്റുകളാണ് ഉണ്ടായതെന്നും ട്രെയിനിൽ വെച്ച് യാത്രിക പകർത്തിയ കുട്ടിയുടെ ചിത്രം പോലീസിന് ഉപകാരപ്രദമായെന്നും തിരുവനന്തപുരം DCP ഭരത് റെഡ്ഡി പറഞ്ഞു. കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്ന് ശാരീരിക അതിക്രമം നേരിട്ടോ എന്ന് അന്വേഷിക്കും. മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. പിന്നീട് കുട്ടിയുടെ മൊഴിയെടുക്കുമെന്നും DCP വ്യക്തമാക്കി. 3 ടേണിംഗ് പോയിന്റ്സ് ആണ് ഈ കേസ് മൊത്തം ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തത് നൈറ്റ് 4 മണിക്ക് ആദ്യ ദിവസം ബബിത എന്ന ലേഡി എടുത്ത ഫോട്ടോ പോലീസ് കൈ കിട്ടി. ഉടനെ പെട്ടെന്ന് മനസ്സിലായി കന്യാകുമാരി സൈഡ് പോയതാണ്. അത് കഴിഞ്ഞിട്ട് കന്യാകുമാരി CCTV ഫുട്ടേജ് മനസ്സിലായ സമയം കുട്ടി ചെന്നൈയിൽ പോയതാണ് മനസ്സിലായത്. അതിനെ കഴിഞ്ഞിട്ട് ഉടനെ പെട്ടെന്ന് ചെന്നൈ പോലീസിനെ അറിയിച്ചു. ചെന്നൈ പോലീസ് അവിടുത്തെ RPF സംസാരിച്ചിട്ട് എഗ്മോർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് CCTV ഉടനെ പെട്ടെന്ന് 6 മണിക്കൂറുള്ളിൽ CCTV കണ്ടെത്തി മജിസ്ട്രേറ്റ് മുമ്പ് ഹാജരാക്കും. കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത നടപടികൾ ചെയ്യും. അതേസമയം കഴക്കൂട്ടം പോലീസ് ഉടൻ വിശാഖപട്ടണത്തെത്തി പെൺകുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിക്കും. നാളെയോടെ തിരുവനന്തപുരത്ത് കുട്ടിയെ എത്തിക്കാനാണ് സാധ്യത. നിലവിൽ ആന്ധ്രയിലെ ശിശുക്ഷേമ സമിതിയിലാണ് പെൺകുട്ടി ഇപ്പോൾ. ജനം, തിരുവനന്തപുരം.